കോൺഗ്രസിന് വേണ്ടാത്ത യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത നാടിന് വേണ്ടാത്ത ഒരു MLA ഞങ്ങൾ ഈ പാലക്കാട്ടെ പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരുടെ തലയിൽ എന്തിനു കെട്ടിവെക്കുന്നു? ഇതുപോലെ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണെങ്കിൽ ആ ഷാഫിയെ തുറന്നു കാട്ടണ്ടേ? ശ്രീ റിയാസുദ്ദീൻ നോക്കൂ, ഇത് അനാവശ്യമായ നിലയിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഞങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധിക്കുമെന്നായിരുന്നു നേരത്തെ താങ്കളുടെ ഊഴത്തിൽ വിശദീകരിച്ചത്. പല ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇതിനെ സാമുദായികവൽക്കരിക്കുന്നുണ്ട്. അപ്പുറത്തൊന്നും ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഷാഫിയുടെ കൂടെ കാറിൽ തൊപ്പിയിട്ട ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇതാ കിട്ടിപ്പോയി തീവ്രവാദ ബന്ധത്തിന് തെളിവ് എന്ന് പറയുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നിലയിൽ പോവണ്ടേ? അതിനപ്പുറത്ത് ഇത് ഇപ്പോ വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുടിപ്പകയോ കോഴിപ്പോരോ ഒക്കെയാണ്. ആ നിലയ്ക്ക് വേണമോ എന്ന് നിങ്ങൾ നന്നായി മനസ്സിരുത്തി ആലോചിക്കണ്ടേ? ഇവിടെ തൊപ്പിയിട്ടവരെയും താടി വെച്ചവരെയും ഒന്നും തീവ്രവാദികൾ എന്ന് ആക്ഷേപിക്കുന്ന അഭിപ്രായത്തോട് ഒരു കാലത്തും യോജിക്കുന്നവരല്ല ഞങ്ങളാരും. തൊപ്പി വെക്കാനും താടി വെക്കാനും വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് ഈ രാജ്യത്ത് ധീരമായ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി ആദ്യം സൂചിപ്പിച്ചതാണ് അഭിലാഷ്. DYFI തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഔദ്യോഗികമായി DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അത് ഇന്നലെ അറിയിച്ചതാണ്. ഇനി ഒരു കാര്യം ഷാഫി ചാലിയത്തോടും നിജേഷിനോടും എല്ലാവരോടും വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് കാണിച്ച പോലെ കയ്യും കാലൊന്നും അലക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ടല്ല, വളരെ വിനയത്തോടു കൂടി പറയട്ടെ. DYFI അങ്ങനെ ഷാഫി പറമ്പിലിനെ ഉൾപ്പെടെ തടയാൻ തീരുമാനിച്ചാൽ ഇവിടെ ഈ പറഞ്ഞ 300, 300, 3000 ആളുകളെ അണിനിരത്തിയിട്ട് അങ്ങനെ ആർക്കെങ്കിലും സംരക്ഷണം കൊടുക്കാൻ പറ്റും? അങ്ങനെ തീരുമാനിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയൊക്കെ തടയാൻ അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് തീരുമാനിക്കുന്ന സംഘടനയാണോ DYFI? തെറ്റ് ചെയ്ത ആളുകളെ അഴിമതിക്കെതിരായി വർഗീയതക്കെതിരായിട്ടൊക്കെ നിലപാട് സ്വീകരിക്കുക, അത്തരം അഴിമതി ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ മന്ത്രിമാരെ ഉൾപ്പെടെ വഴിയിൽ തടയാനും അവരെ ജനാധിപത്യപരമായി നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കാനൊക്കെ നേരത്തെ DYFI ഉൾപ്പെടെ ഇവിടെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ തയ്യാറായിട്ടില്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആർക്കാണ്, ഷാഫിക്കല്ല, ആർക്കാണ് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റുക? ഇവിടെ നോക്കൂ, ഞങ്ങളൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഷാഫിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ സംരക്ഷിക്കുന്നു, രാഹുലിനെ പാലക്കാട്ടേക്ക് പിൻഗാമിയായി കൊണ്ടുവരുന്നു, മത്സരിപ്പിക്കുന്നു. പാലക്കാട്ടെ DCC പ്രസിഡന്റും അന്നത്തെ നേതാവും ഉൾപ്പെടെ പാലക്കാട്ടെ 11 നേതാക്കൾ ഉൾപ്പെട്ട് ഈ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി ഹൈക്കമാൻഡിനും നേതൃത്വത്തിനും എഴുതിയ കത്ത് അന്ന് പുറത്തു വന്നതാണ്. ഷാഫിയുടെ ഒരു പിടിവാശിയുടെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുന്നതും മത്സരിക്കുന്നതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരിച്ചു പിടിക്കും തൃത്താല എന്ന പേരിലുള്ള VT ബൽറാം അംഗമായിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താണ് ആ ഗ്രൂപ്പിലെ ചർച്ച? എന്താണ് അതിൻ്റെ കണ്ടന്റ്? ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? ആരാണ് രാഹുലിന് സംരക്ഷണം നൽകുന്നത്? എന്താണ് രാഹുലും ഷാഫിയുമായിട്ടുള്ള ബന്ധം? അത് കേവലമായ സൗഹൃദമാണോ? ജ്യേഷ്ഠാനിത ബന്ധമാണോ? രാഷ്ട്രീയ ബന്ധമാണോ? അതിനപ്പുറത്ത് ഈ രാഹുൽ എന്ന് പറയുന്ന പെർവേർട്ട് ഹാബിച്വൽ ഒഫൻഡർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും പാട്രൺ, എല്ലാ തെറ്റുകളുടെയും സംരക്ഷകൻ, ഈ കേരളത്തിൽ 1-ം സ്ഥാനത്ത് ഷാഫി പറമ്പിലും 2-ം സ്ഥാനത്ത് അതല്ലെങ്കിൽ അതിന് മുകളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. എന്താണെന്നല്ല VD സതീശൻ പറഞ്ഞത്? വലിയ മാനസിക പ്രയാസമുണ്ടായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ, അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് നടപടിയെടുക്കുമ്പോൾ. ആരെ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിതൃതുല്യനായി കാണുന്ന റിനി വന്ന് പരാതി പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് ഒരു വാത്സല്യം തോന്നിയില്ലേ? അവരോട് വേദന തോന്നിയില്ല? അവർ പറഞ്ഞപ്പോൾ നോക്കൂ, ഹൃദയം പിടച്ചില്ലേ? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമ്പോൾ ജനങ്ങൾ ചോദിച്ചു. ഇന്ന് DYFI നോക്കൂ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഗൃഹ സന്ദർശനത്തിലായിരുന്നു. ഞങ്ങൾ വിവിധ സമരങ്ങളുടെ ഭാഗമായി ഇദ്ദേഹത്തെ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും.
ഞങ്ങൾ കയറിയ വീടുകളിലൊന്നിലും നേരത്തെ മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുലിന് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ ഒന്നാകെ പറയുന്നു രാഹുൽ രാജിവെക്കണം. നിങ്ങൾ നോക്കൂ, പാലക്കാട്ടെ ചാനൽ പ്രവർത്തകർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, മാതൃഭൂമിയുടെ ചാനൽ പ്രവർത്തകൻ ഉണ്ടായിരുന്നല്ലോ, അവരെ ഒന്ന് വിളിക്കൂ. ഞങ്ങളുടെ കൂടെയാണല്ലോ വന്ന്, എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച വീഡിയോ അല്ലല്ലോ. ഞങ്ങൾ കയറിയ വീടുകളിൽ നിന്നെല്ലാം ഷാഫിക്ക് അനുകൂലമായിട്ടുൾപ്പെടെ ചിന്തിച്ച് വോട്ട് ചെയ്ത ആളുകൾ പറയുന്നു, നോക്കൂ, ഈ രാഹുലിന് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്ത ആളുകൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ. ഇതാണ് ഗ്രൗണ്ട്. അതല്ലാതെ നോക്കൂ, ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി, കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി, കോൺഗ്രസിന് വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, നാടിന് വേണ്ടാത്ത ഒരു MLA ഞങ്ങൾ ഈ പാലക്കാട്ടെ പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരുടെ തലയിൽ എന്തിനു കെട്ടിവെക്കുന്നു? കോൺഗ്രസിന് വേണ്ട, യൂത്ത് കോൺഗ്രസിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ടാത്ത ഒരു ഗതികെട്ടവനെ, ഒരു ക്രിമിനലിനെ, ഒരു പെറുവേട്ടിനെ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടെന്നേ, പാലക്കാട്ടെ വോട്ടർമാർക്ക് വേണ്ടെന്നേ. ഇത് പറയുമ്പോ ഈ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഇപ്പോ ഷാഫിയുടെ മഹാത്മ്യം പറയണോ? ഷാഫിയുടെ മഹാത്മ്യം പറയണോ? ശരി, അതല്ലല്ലോ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇതുപോലെ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണെങ്കിൽ ആ ഷാഫിയെ തുറന്നു കാട്ടണ്ടേ?